2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള 20 മണ്ഡലങ്ങളിൽ ആരൊക്കെയാകാം വിജയികളെന്നുള്ള പ്രഡിക്ഷൻ റിസൾട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലേക്കും വളരെ വേഗത്തിൽ നമുക്ക് കടന്നു ചെല്ലാം. ആദ്യമായി കാസർഗോഡ് മണ്ഡലത്തിൽ UDF-നായി രാജ്മോഹൻ ഉണ്ണിത്താനും LDF-നായി MV ബാലകൃഷ്ണനും NDA-ക്കായി ML അശ്വനിയുമാണ് ഇവിടെ മത്സരിക്കുന്നത്. CPIM-ന്റെ തട്ടകമായിരുന്ന ഈ മണ്ഡലം കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ വഴിയാണ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. 40,438 വോട്ടുകൾക്കാണ് 2019 ഇലക്ഷനിൽ ഉണ്ണിത്താൻ വിജയിച്ചത്. ഈ മണ്ഡലത്തിൽ കൂടുതൽ തവണ CPM വിജയിച്ചതുകൊണ്ടും എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ MP എന്ന നിലയിലുള്ള പ്രവർത്തനവും ചർച്ചയാകുന്നതുകൊണ്ടും ശക്തിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുകയും CPIM കാൻഡിഡേറ്റ് MV ബാലകൃഷ്ണൻ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്യും. അടുത്തതായി കണ്ണൂർ മണ്ഡലം. ഈ അടുത്ത കാലത്തായി കണ്ണൂർ മണ്ഡലം മാറി മാറി LDF-നും UDF-നും വിജയികളെ സമ്മാനിക്കുകയാണ് ഉണ്ടായത്. 2019 K സുധാകരൻ വിജയിച്ചപ്പോൾ 2014 PK ശ്രീമതിയാണ് ഇവിടെ വിജയിച്ചത്. ഈ തവണ UDF-നായി KPCC പ്രസിഡന്റ് ആയിരിക്കെ തന്നെ K സുധാകരൻ നേരിട്ട് മത്സരത്തിനിറങ്ങുകയാണ്. LDF സ്ഥാനാർത്ഥിയായി പോളിറ്റ് ബ്യൂറോ മെമ്പറായ MV ജയരാജനും. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടർക്കും ഇത് വാശിയേറിയ പോരാട്ടമാണ്. കണ്ണൂരിൻ്റെ പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ UDF-ൻ്റെ K സുധാകരൻ വിജയിക്കുകയും LDF-ൻ്റെ MV ജയരാജൻ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്യും. കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര. LDF-ന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ P ജയരാജനെ തോൽപ്പിക്കാൻ K മുരളീധരനെ രംഗത്തിറക്കുകയും കോൺഗ്രസിന് വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്തു. മണ്ഡലം തിരിച്ചു പിടിക്കാനായി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെ തന്നെ LDF നേരിട്ടിറക്കുകയായിരുന്നു. എന്നാൽ തൃശൂർ മണ്ഡലത്തിലെ അവസാന നിമിഷത്തെ നാടകീയ രംഗങ്ങൾക്ക് ശേഷം ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്നും വടകരയിൽ മത്സരിക്കാൻ UDF തയ്യാറാക്കുകയായിരുന്നു. അതോടെ മത്സരം കൂടുതൽ കടുപ്പമേറിയതായി. സോഷ്യൽ മീഡിയയിൽ വടകര മണ്ഡലം എന്നും കത്തി നിൽക്കുകയായിരുന്നു. അന്തിമവിധിയിലേക്ക് വരുമ്പോൾ UDF-ൻ്റെ ഷാഫി പറമ്പിൽ വിജയിക്കുകയും KK ശൈലജ രണ്ടാമതെത്തുകയും ചെയ്യും. അടുത്തതായി വയനാട് മണ്ഡലം. ഇന്ത്യ മുന്നണിയുടെ പ്രധാന മുഖമായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് വയനാട്. 2019 4,31,770 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി ഇവിടെ വിജയിച്ചു കയറിയത്. CPI-യുടെ ദേശീയ നേതാവായ ആനി രാജയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. കൂടാതെ BJP-യുടെ സംസ്ഥാന നേതാക്കളിലൊരാളായ K സുരേന്ദ്രനും മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ തന്നെ 2 പ്രധാന നേതാക്കൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു വൈരുദ്ധ്യാത്മകത കൂടിയുണ്ട് വയനാട് മണ്ഡലത്തിൽ. BJP-ക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ BDJS-ന് കൊടുത്ത സീറ്റ്, എന്നാൽ ഇത്തവണ K സുരേന്ദ്രൻ നേരിട്ടെത്തിയാണ് മത്സരിക്കുന്നത്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ വിജയിച്ചു കയറും. രണ്ടാം സ്ഥാനത്തായി CPI-യുടെ ആനി രാജ എത്തും. അടുത്തതായി കോഴിക്കോട് മണ്ഡലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി MK രാഘവനും CPIM-നായി എളമരം കരീമും BJP-ക്കായി MT രമേശും മത്സരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട്. രാഘവേട്ടൻ എന്നറിയപ്പെടുന്ന MK രാഘവൻ തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് കോഴിക്കോട്. മണ്ഡലം തിരിച്ചുപിടിക്കാനായി പോളിറ്റ് ബ്യൂറോ മെമ്പറായ എളമരം കരീമിനെയാണ് CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. BJP-യും തങ്ങളുടെ ശക്തരായ സ്ഥാനാർത്ഥികളിൽ ഒരാളായ MT രമേശിനെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. BJP-ക്ക് 15% വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. 15% മുകളിലേക്ക് MT രമേശ് പിടിക്കുന്ന ഓരോ വോട്ടുകളും ഈ മണ്ഡലത്തിൽ നിർണായകമാകും. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി മത്സരിച്ച MK രാഘവൻ തന്നെ വീണ്ടും വിജയിക്കും. CPIM-ൻ്റെ എളമരം കരീം രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്യും. അടുത്തതായി മുസ്ലിം ലീഗിൻ്റെ കോട്ടകളായ മലപ്പുറവും പൊന്നാനിയിലേക്കുമാണ് നമ്മൾ കടക്കുന്നത്. മലപ്പുറത്ത് UDF-നായി ET മുഹമ്മദ് ബഷീറും LDF-നായി V വസീഫും NDA-ക്കായി M അബ്ദുൾ സലാമുമാണ് മത്സരിക്കുന്നത്. 2019 2,60,000 വോട്ടുകൾക്കാണ് PK കുഞ്ഞാലിക്കുട്ടി ഈ മലപ്പുറം മണ്ഡലത്തിൽ വിജയിച്ചത്. 2021 ബൈ ഇലക്ഷൻ നടന്നപ്പോഴും അബ്ദുസമദ് സമദാനി 1,14,000 വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചു കയറിയത്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വരുമ്പോൾ UDF-ൻ്റെ ET മുഹമ്മദ് ബഷീർ തന്നെ മലപ്പുറത്ത് വിജയിയാകും. LDF-ൻ്റെ V വസീഫ് രണ്ടാം സ്ഥാനത്തെത്തും. അടുത്തതായി പൊന്നാനിയിലേക്ക് മലപ്പുറത്തെ MP ആയിരുന്ന അബ്ദുസമദ് സമദാനിയാണ് എത്തിയിരിക്കുന്നത്. പൊന്നാനിയും മലപ്പുറവും തമ്മിൽ MP-മാർ സീറ്റുകൾ വെച്ചുമാറുകയാണ് ഉണ്ടായത്. LDF-നായി KS ഹംസയാണ് പൊന്നാനിയിൽ മത്സരിക്കുന്നത്. NDA-ക്കായി നിവേദിത സുബ്രഹ്മണ്യനും. 2019 ET മുഹമ്മദ് ബഷീർ 1,93,000 വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത്. 2024 പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ UDF-ൻ്റെ MP അബ്ദുസമദ് സമദാനി തന്നെ ഇവിടെ വിജയിക്കും. രണ്ടാം സ്ഥാനത്തായി LDF-ൻ്റെ KS ഹംസയും എത്തും.
പാലക്കാട് മണ്ഡലത്തിൽ UDF-നായി VK ശ്രീകണ്ഠനും LDF-നായി A വിജയരാഘവനും NDA-ക്കായി ശ്രീകൃഷ്ണകുമാറുമാണ് രംഗത്തിറങ്ങുന്നത്. LDF തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. 2014 MB രാജേഷ് 1,50,000-ഓളം വോട്ടുകൾക്കാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ 2019 VK ശ്രീകണ്ഠൻ ഈ മണ്ഡലം 11,000 വോട്ടുകൾക്ക് MB രാജേഷിൽ നിന്ന് തന്നെ തിരിച്ചെടുത്തു. അതുകൊണ്ട് PB മെമ്പറായ A വിജയരാഘവനെ തന്നെയാണ് LDF ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വരുമ്പോൾ പാലക്കാട് VK ശ്രീകണ്ഠൻ തന്നെ വിജയിച്ചു കയറും. CPIM-ന്റെ A വിജയരാഘവൻ രണ്ടാമതെത്തും. അടുത്തതായി CPIM-ന്റെ തട്ടകമായിരുന്ന ആലത്തൂർ. PK ബിജു തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ആലത്തൂരിൽ കഴിഞ്ഞ 2019 രമ്യ ഹരിദാസ് 1,58,000 വോട്ടുകൾക്കാണ് UDF-നായി മണ്ഡലം തിരിച്ചുപിടിച്ചത്. അതിനാൽ തന്നെ മന്ത്രിയായ K രാധാകൃഷ്ണനെ നേരിട്ടിറക്കിയാണ് LDF ആലത്തൂരിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. UDF-നായി നിലവിലെ MP തന്നെയായ രമ്യ ഹരിദാസും NDA-ക്കായി TN സരസുവുമാണ് മത്സരിക്കുന്നത്. ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന ആലത്തൂരിൽ മന്ത്രിയായ K രാധാകൃഷ്ണൻ LDF-നായി വിജയിക്കുകയും UDF-ന്റെ രമ്യ ഹരിദാസ് രണ്ടാമതെത്തുകയും ചെയ്യും. ഇതുവരെ വിലയിരുത്തിയതിൽ LDF-നായി ആദ്യ അക്കൗണ്ട് തുറക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ. ഇന്ത്യയിലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കഴിഞ്ഞ തവണ TN പ്രതാപനും വിജയിച്ചപ്പോൾ ഇടതുപക്ഷത്ത് ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഇത്തവണ CPI ഇറക്കിയിരിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ കരുത്തനായ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെയാണ്. TN പ്രതാപനെ മാറ്റി K മുരളീധരനെ കൊണ്ടുവന്നതോടുകൂടി പോരാട്ടം കൂടുതൽ ശക്തിയായി. കഴിഞ്ഞ തവണ പരാജയമറിഞ്ഞിട്ടും സുരേഷ് ഗോപി മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നതുകൊണ്ടും BJP-ക്കായി സുരേഷ് ഗോപിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി K മുരളീധരനും CPI-ക്കായി VS സുനിൽകുമാറും പോരാടുമ്പോൾ തൃശ്ശൂർ മണ്ഡലം ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വരുമ്പോൾ ആദ്യമായി BJP ഒരു MP അക്കൗണ്ട് തുറക്കുന്ന മണ്ഡലമായി മാറുകയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും K മുരളീധരൻ രണ്ടാം സ്ഥാനത്തെത്തുകയും CPI-യുടെ VS സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അടുത്തതായി ചാലക്കുടി മണ്ഡലത്തിൽ നിലവിലെ MP-യായ ബെന്നി ബെഹനാൻ തന്നെയാണ് കോൺഗ്രസിനായി മത്സരിക്കുന്നത്. CPIM-നായി മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് മത്സരിക്കുന്നു. BJP-ക്കായി BDJS സ്ഥാനാർത്ഥി KM ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. UDF-ന്റെ ഉറച്ച കോട്ട തന്നെയായിരുന്നു ചാലക്കുടി. എന്നാൽ 2014 PC ചാക്കോയും KP ധനപാലനും തൃശ്ശൂരും ചാലക്കുടിയും മണ്ഡലങ്ങൾ തമ്മിൽ വെച്ചുമാറിയപ്പോഴാണ് UDF ഇവിടെ പരാജയപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ തവണ 2019 ബെന്നി ബെഹനാൻ 1,32,274 വോട്ടോടെ UDF-നായി ചാലക്കുടി മണ്ഡലം തിരിച്ചുപിടിച്ചു. എന്നാൽ ഇത്തവണ നാലാമതൊരു പാർട്ടി കൂടി ചാലക്കുടിയിൽ മത്സരത്തിനുണ്ട്. 2020 7 നിയമസഭാ മണ്ഡലങ്ങളടങ്ങുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കുന്നത്തുനാടും പെരുമ്പാവൂരും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 2020 മത്സരിക്കുകയുണ്ടായി. കുന്നത്തുനാട് നിന്നും പെരുമ്പാവൂരിൽ നിന്നും 60,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 ലഭിച്ചതുകൊണ്ട് ഒരുപക്ഷെ മറ്റ് 5 മണ്ഡലങ്ങളും കൂടി ചേരുമ്പോൾ 1,00,000-ഓളം വോട്ടുകൾ എത്താൻ സാധിച്ചാൽ ചാലക്കുടി മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ 2020 ഒരു പ്രധാന സ്ഥാനമുണ്ടായിരിക്കും. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ കടുത്ത വാശിയേറിയ മത്സരത്തിലും ബെന്നി ബെഹനാൻ തന്നെ ചാലക്കുടി മണ്ഡലം നിലനിർത്തുമെന്നാണ് വിലയിരുത്തുന്നത്. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് രണ്ടാമതെത്തും. അടുത്തതായി UDF-ന്റെ മറ്റൊരു കോട്ടയായ എറണാകുളം മണ്ഡലം. നിലവിലെ MP-യായ ഹൈബീഡൻ തന്നെയാണ് മത്സര രംഗത്തുള്ളത്. LDF സ്ഥാനാർത്ഥിയായി KJ ഷൈൻ ടീച്ചറും NDA സ്ഥാനാർത്ഥിയായി KS രാധാകൃഷ്ണനും മത്സരിക്കുന്നു. 2019 1,69,000-ഓളം വോട്ടോട് വിജയിച്ച ഹൈബീഡൻ തന്നെ ഈ പ്രഡിക്ഷൻ റിസൾട്ട് വരുമ്പോഴും എറണാകുളം നിലനിർത്തുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി ഇടുക്കി മണ്ഡലത്തിൽ UDF-നായി ഡീൻ കുര്യാക്കോസും LDF-നായി ജോയിസ് ജോർജും NDA സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനുമാണ് മത്സരിക്കുന്നത്. 2014 പ്രാദേശിക വിഷയങ്ങൾ മൂലം LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് വിജയിച്ചെങ്കിലും ഇടുക്കി മണ്ഡലം ഒരു കോൺഗ്രസ് മണ്ഡലമായി തന്നെയാണ് വിലയിരുത്തുന്നത്. 2019 ഡീൻ കുര്യാക്കോസ് 1,71,000 വോട്ടുകളോടെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഈ പ്രഡിക്ഷൻ റിസൾട്ട് വരുമ്പോഴും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തന്നെ ഇടുക്കി മണ്ഡലം നിലനിർത്തുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി കോട്ടയം മണ്ഡലത്തിലേക്ക് വന്നാൽ കോട്ടയം മണ്ഡലത്തിലെ കഴിഞ്ഞ വർഷം UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ മത്സരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ടാണ്. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജും NDA സ്ഥാനാർത്ഥിയായി BDJS-ന്റെ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് മത്സരിക്കുന്നത്. 2019 UDF പിന്തുണയോടെ 1,06,000-ഓളം വോട്ടുകൾക്കാണ് തോമസ് ചാഴിക്കാടൻ ഇവിടെ വിജയിച്ചത്. എന്നാൽ ഇത്തവണ UDF പിന്തുണയില്ലാത്തതുകൊണ്ട് തന്നെ കോട്ടയം മണ്ഡലത്തിലെ വിജയിയായി ഫ്രാൻസിസ് ജോർജ് മാറുമെന്നാണ് ഈ പ്രഡിക്ഷൻ റിസൾട്ടിൽ വിലയിരുത്തുന്നത്.
CPIM-ന്റെ ഒരേ ഒരു സിറ്റിംഗ് MP-യായ AM ആരിഫ് തന്നെയാണ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. UDF-നാകട്ടെ മണ്ഡലം തിരിച്ചുപിടിക്കാനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ടെത്തി മത്സരിക്കുകയാണ്. NDA വോട്ടുകൾ വർദ്ധിപ്പിക്കാനായി ശക്തനായ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും ആലപ്പുഴയിൽ NDAയ്ക്കായി മത്സരിക്കുന്നു. 2014 KC വേണുഗോപാൽ വിജയിച്ച മണ്ഡലത്തിൽ 2019 AM ആരിഫ് 10,000-ഓളം വോട്ടുകൾക്കാണ് വിജയിച്ചത്. അതേ മണ്ഡലം തിരിച്ചുപിടിക്കാനായി KC വേണുഗോപാൽ തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ KC വേണുഗോപാൽ തന്നെ ആലപ്പുഴ മണ്ഡലം വിജയിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. രണ്ടാമതായി LDF സ്ഥാനാർത്ഥി AM ആരിഫും എത്തും. അടുത്തതായി മാവേലിക്കര മണ്ഡലം. 7 തവണ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് മാവേലിക്കരയിൽ UDF-നായി മത്സരിക്കുന്നത്. LDF-നായി CPI കാൻഡിഡേറ്റ് CA അരുൺകുമാറാണ് മത്സരിക്കുന്നത്. BDJ സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് NDAയ്ക്ക് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി മത്സരിക്കുന്ന മണ്ഡലമാണെങ്കിലും ശക്തമായ ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര. അതുകൊണ്ട് തന്നെ പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വരുമ്പോൾ CPI സ്ഥാനാർത്ഥി CA അരുൺകുമാർ വിജയിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി പത്തനംതിട്ട മണ്ഡലം. പത്തനംതിട്ട മണ്ഡലത്തിൽ UDF-നായി നിലവിലെ MP-യായ ആൻ്റോ ആൻ്റണി തന്നെയാണ് മത്സരിക്കുന്നത്. LDF-നായി മണ്ഡലം തിരിച്ചുപിടിക്കാൻ തോമസ് ഐസക്കിനെയാണ് ഇറക്കിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയാകട്ടെ AK ആൻ്റണിയുടെ മകനായ അനിൽ K ആൻ്റണിയാണ്. ആൻ്റോ ആൻ്റണി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. BJPക്ക് 28% വോട്ട് നേടിക്കൊടുത്ത മണ്ഡലമാണ് പത്തനംതിട്ട. PC ജോർജ് BJPയിൽ ചേർന്നെങ്കിലും AK ആൻ്റണിയുടെ മകനായ അനിൽ K ആൻ്റണിയാണ് BJP പത്തനംതിട്ട മണ്ഡലത്തെ ഏൽപ്പിച്ചത്. ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വരുമ്പോൾ നിലവിലെ MP-യായ ആൻ്റോ ആൻ്റണി തന്നെ വിജയിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തതായി കൊല്ലം മണ്ഡലം. കൊല്ലം മണ്ഡലത്തിൽ UDF-നായി മത്സരിക്കുന്നത് RSP സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനാണ്. LDF-നായി മണ്ഡലം തിരിച്ചുപിടിക്കാനായി നിയോഗിച്ചിരിക്കുന്നത് നിലവിലെ MLA-യും സിനിമാ താരം കൂടിയായ മുകേഷിനെയാണ്. NDA സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നതും മറ്റൊരു സിനിമാ താരം കൂടിയായ കൃഷ്ണകുമാറിനെയാണ്. തുടർച്ചയായ വിജയങ്ങളുടെ പശ്ചാത്തലത്തിലും മികച്ച MP-മാരുടെ ലിസ്റ്റിൽ NK പ്രേമചന്ദ്രൻ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ടും കൊല്ലത്ത് വിജയസാധ്യത NK പ്രേമചന്ദ്രന് തന്നെയാണ്. അതുകൊണ്ട് പ്രഡിക്ഷൻ റിസൾട്ടിൽ ഈ തവണ കൊല്ലം മണ്ഡലം UDF നിലനിർത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മറ്റൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. UDF സ്ഥാനാർത്ഥിയായി നിലവിലെ MP-യായ അടൂർ പ്രകാശും CPIM കാൻഡിഡേറ്റായി V ജോയും BJP സ്ഥാനാർത്ഥിയായി V മുരളീധരനും ഇവിടെ മത്സരിക്കുന്നു. ഇടത് കോട്ടയായ ആറ്റിങ്ങലിൽ 2019 അടൂർ പ്രകാശ് 38,000-ഓളം വോട്ടിനാണ് വിജയിച്ചു കയറിയത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ജില്ലാതലത്തിൽ ശക്തമായ സ്വാധീനമുള്ള V ജോയിയെയാണ് LDF നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 24% വോട്ടുകളാണ് BJP ഇവിടെ നേടിയത്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും ഇവിടെ നടക്കുക എന്നതിൽ സംശയമില്ല. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ LDF കാൻഡിഡേറ്റ് V ജോയ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. UDF കാൻഡിഡേറ്റ് അടൂർ പ്രകാശ് രണ്ടാമതെത്തും. അവസാനമായി തിരുവനന്തപുരം മണ്ഡലം. തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. UDF സ്ഥാനാർത്ഥിയായി ഏറ്റവും സ്വീകാര്യനായ നിലവിലെ MP-യായ ശശി തരൂർ തന്നെ മത്സരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാകട്ടെ നിലവിലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സാധാരണക്കാരുടെ ഇടയിൽ താരമായി മാറിയ CPI കാൻഡിഡേറ്റ് പന്ന്യൻ രവീന്ദ്രനാണ്. ഇന്ത്യയിൽ ടെലികോം വിപ്ലവത്തിന് തുടക്കം കുറിച്ചപ്പോൾ ഉണ്ടായ BPL എന്ന കമ്പനിയുടെ ഓണർ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇൻവെസ്റ്ററും അദ്ദേഹം തന്നെയാണ്. BJPക്ക് ശക്തമായ സ്വാധീനവും കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചതുകൊണ്ടും ശശി തരൂരിന് ഒത്ത ഒരു എതിരാളിയായാണ് രാജീവ് ചന്ദ്രശേഖരനെ NDA വിലയിരുത്തുന്നത്. പ്രഡിക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമെങ്കിലും നേരിയ വ്യത്യാസത്തോടെ തന്നെ ശശി തരൂർ വിജയിച്ചു കയറുമെന്നാണ് വിലയിരുത്തുന്നത്. BJP വീണ്ടും 2ാം സ്ഥാനത്തെത്തുകയും CPI 3ാം സ്ഥാനത്തേക്ക് തന്നെ പിന്തള്ളപ്പെടുകയും ചെയ്യും. അങ്ങനെ അവസാന വിധിയിലേക്ക് വന്നാൽ ആകെ 20 സീറ്റിൽ 16 സീറ്റുകൾ UDF നേടുകയും 3 സീറ്റുകൾ LDF നേടുകയും NDAയ്ക്ക് 1 സീറ്റ് ലഭിക്കുകയും ചെയ്യും. 2004 PC തോമസ് NDAയ്ക്കായി MP സ്ഥാനം നേടിക്കൊടുത്തെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഒരു BJP സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്നും MP-യായി ഇത്തവണ വിജയിക്കുന്നത്. കേരള ഇലക്ഷൻ പ്രഡിക്ഷൻ റിസൾട്ട് ഇവിടെ അവസാനിക്കുന്നു. ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം യഥാർത്ഥ വിധിക്കായി.